ഹായ്, ഇന്ന് ബിന്ദു ആൻറ്റിയും മുട്ടക്കറി ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ട് ഞാൻ കഴിച്ചപ്പോൾ അത് നല്ല ടേസ്റ്റാണ്, നല്ല സൂപ്പറുള്ളത് മുട്ടക്കറിയാണ് ബിന്ദു ആൻറ്റി ഉണ്ടാക്കിയത്. മതിയോ? ഓക്കെ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നേരത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞാൻ പാലപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കിയൊരു മുട്ടക്കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണ്, നല്ല ടേസ്റ്റാണ്. പിള്ളേർ കഴിക്കാൻ വേണ്ടി അതിൽ ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഞാൻ ചേർക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മളിതിന് ചേർക്കുന്ന എരിവിൻ്റെ ഒരു അളവ് നമ്മുടെ എരിവനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. മുളക് പൊടി വേണമെങ്കിൽ ഇച്ചിരി കുറയ്ക്കാം, അല്ലെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ എരിവെല്ലാം കറക്റ്റാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം കൂടെ ചതച്ചെടുത്തതാണ്. ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം, 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ചെറിയ 3 സവാള ഇതേപോലെ കട്ടി കുറഞ്ഞ് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇപ്പം മീഡിയം സവാളയൊക്കെ ആണെങ്കിൽ 2 എണ്ണം മതിയേ. ഉപ്പിട്ടൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊരു ഇടിക്കുന്ന കല്ലിലിട്ട് ഇടിച്ചെടുത്തതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് അരയുന്ന പരുവായി പോകും. അപ്പം ഈ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് മാറും. ഓക്കെ, അതുകൊണ്ട് അത് പ്രത്യേകം നോക്കുക. വലിയ സ്റ്റൈലൊന്നും വേണ്ട, പക്ഷേ ഒരുപാട് ക്രഷ്ഡായി പോരെന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഈ സവാള നല്ലതുപോലെ വഴണ്ട് കിട്ടണം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മുടെ സവാള നല്ലതുപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അല്പം നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറിയ തീയിൽ പൊടികളെല്ലാം നല്ലതുപോലെ പച്ചമണം മാറുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം. തീ കൂട്ടി വെച്ച് കരച്ച് കളയല്ലേ. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളം കുറച്ച് ചേർക്കണമെങ്കിൽ കുറച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇത്രയെങ്കിലും ഗ്രേവി വേണമെങ്കിൽ ഇത്രയെങ്കിലും ചേർക്കണം കേട്ടോ. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ പരുവത്തിനനുസരിച്ച് വേണം ചേർക്കാൻ. ഇനി ഇത് ചെറിയ തീയിൽ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. അപ്പം 4 മുട്ട പുഴുങ്ങിയത് ഒന്ന് വരഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെടുക 2ആയിട്ട് മുറിച്ചിട്ട് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാം. അപ്പം ഇങ്ങനെ സമയമെടുത്ത് വേവിച്ചില്ലെങ്കിലുണ്ടല്ലോ കറിക്കൊരു പച്ചമണവും അല്ലെങ്കിൽ മസാലയുടെ കുത്തലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഇച്ചിരി ക്ഷമയോടെ വേണം നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുവാണ്. ചേർത്ത ഉടൻ തന്നെ ഇളക്കിക്കോണം കേട്ടോ. കാരണം തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കണം. തീ വളരെ കുറച്ച് വെച്ചിരിക്കണം. അത് രണ്ടും ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ നേരത്തെയും അല്പം എരിവ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലതുപോലെ കഴിക്കും. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കും കറിക്കൊരു ടേസ്റ്റും കൂടും. ഓഫാക്കുന്നതിന് മുന്നേ
ഒരു 1/4 ടീസ്പൂൺ കൂടി ഗരം മസാല ഒന്ന് ഇങ്ങനെ വിതറി കൊടുക്കാം. 1/4 ടീസ്പൂണിൽ കൂടരുത്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ. മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവേ. കറി ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പൊടിക്ക് പഞ്ചസാര. അത് ഈ തക്കാളിയൊക്കെ ചേർത്തോണ്ടേ ഒരു ടേസ്റ്റും പുളി എല്ലായിടും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രയും ചേർക്കാം കേട്ടോ, ഒരുപാട് ചേർക്കല്ല. ഇത്ര മതി. ഇവിടെ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി കടുവൊക്കെ താളിക്കണമെങ്കിൽ വേണമെങ്കിൽ താളിച്ച് ചേർക്കാം. പക്ഷേ അതൊക്കെ ഒരുപാട് എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ വേണ്ട, അത് നമുക്കങ്ങ് ഒഴിവാക്കാം. ഇപ്പം നോക്കി നല്ലൊരു നിറമല്ലേ, നല്ല നിറമുള്ളൊരു കറിയാണ്. ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 5 മുട്ട അല്ലെങ്കിൽ 6 മുട്ട വരെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിപ്പം നമുക്ക് 4 മുട്ട മതി കൊണ്ടാണ് ഈ ഗ്രേവിയിൽ അത്ര എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയ്ക്കൊരു ലൈക്കും കൊടുക്കണേ. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.